മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റികളിൽ നിന്നാണോ ശരിക്കും ഈ എസ്തെറ്റിക് സർജറികളുടെ ഒരു സ്കോപ്പ് ഇരിക്കുന്നത്? കുറേയൊക്കെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്, കുറേയൊക്കെ വാനിറ്റി കൊണ്ടാണ്, ആ. കുറച്ചൊക്കെ അവർക്ക് ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ആ. ദാറ്റ് നീഡ്സ് കറക്ഷൻസ്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെ എന്നിട്ട് ഒരു പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഇൻസെക്യൂരിറ്റിക്ക് എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഇൻസെക്യൂരിറ്റി മെജോറിറ്റി ആൾക്കാർ ഇൻസെക്യൂരിറ്റിയുടെ ഇതുകൊണ്ടായിരിക്കും. 70%. ഒരു 60% എന്തായാലും ഇത് ഉണ്ടായിരിക്കും. ആ, ആ, ആ. ഒരു 25% ആൾക്കാർക്ക് വിൽ ഹാവ് എന്തെങ്കിലും ഒരു ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. ഉം. അപ്പം ബാക്കി ആൾക്കാർക്ക് ആസച്ച് അവർ ഭയങ്കര നല്ല ഇതായിരിക്കും. ബട്ട് ദെൻ അവർക്ക് ഒന്നും കൂടി ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ട്, അപ്പൊ നമുക്കത് ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ട്. എക്സ്പ്ലോർ ചെയ്തേക്കാം. അതെ അതെ അതെ. ഇൻഫാക്ട് ഇപ്പൊ അത് മെല്ലെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എന്തായാലും ഐ ഫിനിഷ്, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറെ ഡിസ്പോസിബിൾ മണി ഉണ്ട്. വൈ ഡോണ്ട് ഐ ഡു ദാറ്റ്? വൈ ഡോണ്ട് ഐ ലുക്ക് യങ്ങർ? അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഇപ്പൊ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റീസ് മെയിൻലി യങ്ങർ പീപ്പിളാണ് കാണുന്നത്. ഇപ്പം നമ്മൾ കോളേജ് ഗോയിങ് ആള്, ഞാനൊക്കെ ജീവിച്ചിരുന്ന ആ സമയത്ത് കോളേജിൽ പോകുന്ന 80s നമുക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി കോളേജ് കുട്ടികൾ അത് വരാറുണ്ട്. ഇനീഷ്യലി എന്ത് പറ്റുന്ന വെച്ചാൽ ഇതൊരു ഗ്രഡേഷനാണ്. ഇനീഷ്യലി അവര് ബ്യൂട്ടി സലൂൺസിലും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയാം, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലെ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ ആവണം, അവർക്ക് കുറെ ഐഡൽസ് അവർ കാണും സോഷ്യൽ മീഡിയയിലൊക്കെ, അല്ലെ മേ ബി പോപ്പ് കൾച്ചറിലുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ എസ്പെഷ്യലി കൊറിയൻ പോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇത് കുറച്ചും കൂടി താടിയിൽ കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് വരാറൊക്കെ ഉണ്ട്. സോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ എല്ലാവരും എവ്രി വൺ ഇസ് വർക്കിംഗ്, എവ്രി വൺ ഇസ് ഏർണിംഗ് മണി, ഇവൻ കോളേജ് കുട്ടികളാണെന്ന് വെച്ചാൽ യങ് പീപ്പിൾ. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്കും പൈസ സൂക്ഷിച്ചു വെച്ച് എനിക്കൊരു വീടുണ്ടാക്കണം, അല്ല ഒരു കാറ് വാങ്ങിക്കണം, അങ്ങനെയൊന്നുമില്ല. കാറിന് ഊബറോ ഓലയുണ്ട്. വീട് നമുക്ക് എന്തിനാ, വീട് റെന്റലല്ലേ. അപ്പം ബാക്കി ഐ ഹാവ് ടു സ്പെൻഡ് മണി ഫോർ മൈസെൽഫ്. അങ്ങനത്തെ കോൺസെപ്റ്റ്. ഐ വോണ്ട് എക്സ്പീരിയൻസസ്. അപ്പൊ യാത്രകളിൽ പോകുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട്. More money goes to self love. അങ്ങനെ സെൽഫ് ലവ് എന്ന് പറയാനല്ല, they feel that why shouldn't I do? Yes. അങ്ങനെ why shouldn't I do that? ഇപ്പം നമ്മൾക്കിപ്പോൾ കുറച്ച് മുടി പോയിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടി മുടി വെക്കണം എന്ന് വെച്ചാൽ വൈ നോട്ട്? സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അത് എക്സ്പ്ലോർ ചെയ്താൽ എന്താ തെറ്റ്? ഈ എസ്തെറ്റിക് സർജറികളിൽ ഇപ്പൊ എസ്തെറ്റിക് ഒക്കെ ആയിട്ട് പറയപ്പെടുമ്പോൾ ആദ്യം പറയുന്ന ഒരു ഏരിയ ആണല്ലോ ജോ ലൈൻ. മുഖത്തിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ജോ ലൈൻ എന്നൊക്കെയാ പറയുന്നത്. ജോ ലൈനിലാണോ ഇപ്പൊ എസ്തെറ്റിക് സർജറിയിൽ മാർക്കറ്റ് കൂടുതൽ? അങ്ങനെ പറയാൻ പറ്റില്ല. ജോ ലൈൻ ഇസ് വൺ ഓഫ് ദ ഏരിയാസ്. ജോ ലൈനിൽ പറഞ്ഞ മാതിരി കുറെ ഇൻട്രസ്റ്റ് ജോ ലൈനിലുണ്ട്. ബട്ട് ജോ ലൈനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളിപ്പോൾ ഒരാളിനെ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് ഈ വ്യക്തി ഒരു സുന്ദരനാണല്ലോ, അല്ലെങ്കിൽ ഒരു സുന്ദരിയാണല്ലോ എന്ന് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കണ്ണാണ് ഒരു മുഖത്തിന്റെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള സംഗതി, ഫീച്ചർ. അപ്പോൾ പക്ഷെ അത് ആക്ച്വലി അവർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിനും ഏതാണ് കൂടുതൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത്. അപ്പോൾ കണ്ണ് കഴിഞ്ഞ വെച്ചാൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇസ് ഐബ്രോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ചീക്കാണ്, നാലാമത്തത് ലിപ്പാണ്, അഞ്ചാമത്തത് നോസാണ്. ഇറ്റ് ക്യാൻ ബി നോസ് ആൻഡ് ലിപ്പ് രണ്ടും അടുത്തടുത്താണ്. പിന്നെയാണ് ജോ ലൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർഹെഡ് വരുന്നത്, ലാസ്റ്റ് ഇസ് ഇയർ. അങ്ങനെയാണ് അവർ അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇപ്പം സപ്പോസ് സംബഡി ഈസ് ഹാവിങ് ഒരു ഡബിൾ ചിൻ. ഓക്കെ, ഡബിൾ ചിൻ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് ഒബ്വിയസ് ആയിരിക്കും, അയ്യോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, എന്താ നിനക്ക് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ 6 months 25 days ഉള്ളപ്പോഴാണ് ജനിക്കുന്നത്. ഞാനൊരു പ്രിമിച്ചർ ബേബിയാണ്. സോ ഞാൻ ഏകദേശം ഒരു 30 days പ്ലസ് ഞാൻ ഇൻക്യുബേറ്ററിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഈ ചെവി സാധാരണ ആളുകളെ പോലെ അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റെ ചെവിയുടെ ഈ ഇയർ ഹോളും വളരെ ചെറുതാണ്. അതെനിക്ക് എല്ലാ ഇയർഫോൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ചെവി എനിക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ. അപ്പൊ ആ ചെവിയിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതൊരു കപ്പിയറാണ്. അപ്പൊ ആക്ച്വലി നോക്കുക വെച്ചാൽ നമ്മൾ കോങ്കാന്ന് പറഞ്ഞിട്ട് അകത്തൊരു കുഴിയുണ്ട്, ആ കുഴിയുടെ ഡെപ്ത് കൂടുതലാണ്. അപ്പൊ ഡെപ്ത് കൂടുതലാണെന്ന് വെച്ചാൽ ഈ ആന്റി ഹെലിക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ഇതാണ് ഹെലിക്സ്, ഇതിന്റെ ഫ്രണ്ടിൽ ആന്റി ഹെലിക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആന്റി ഹെലിക്സ് കുറെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മാതിരിയാണ്.
അപ്പൊ നമ്മൾ വന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ആ ഇയർ മാത്രമല്ല 2 ഇയറിന് ആ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യം വിത്തൗട്ട് നമ്മൾ ഒരു മാർക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ദെൻ വിൽ യു കൺസിഡർ ദാറ്റ് ടു ബി എസ്തെറ്റിക് സർജറി ഓർ എ റീകൺസ്ട്രക്റ്റീവ് സർജറി? നമുക്ക് എന്തും പറയാം. ഇപ്പൊ അത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതില്ല. പക്ഷെ അത് ഒരു നമ്മൾ പറയുന്ന നോർമലിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പൊ അതിന് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വിൽ യു ഇൻക്ലൂഡഡ് എസ്തെറ്റിക് സർജറി ഓർ റീകൺസ്ട്രക്റ്റീവ് സർജറി? ഒരു ഇൻഷുറൻസുകാരൻ പറയും അത് എസ്തെറ്റിക് സർജറിയാണ്, അതായത് ഞാൻ ഇൻഷുറൻസ് തരില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം അതൊരു റീകൺസ്ട്രക്ഷൻ ആണ്. അതൊരു അതിനകത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഇതാണ്. ക്ലെയിം ചെയ്യാൻ ഇല്ല, കിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസിന്റെ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഡു യു ഹാവ് എനി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും എനിക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ്, എല്ലാവരും അത് സൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കിട്ടില്ല, അത് ഇൻക്ലൂഡ് ആവില്ല. ഇല്ല. ഓക്കെ, ഈ ഇയറിൽ അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചില ആളുകളുടെ ചെവി കുറച്ച് വലുതായിരിക്കും. കോമൺ ആയിട്ട് എന്താ വെച്ചാൽ കപ്പ് ഇയർ എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഇതെല്ലാം ചുരുങ്ങിയിരിക്കും. ചില ആൾക്കാർക്ക് ഇത് പ്രോമിനന്റ് ആയിരിക്കും. ചില ആൾക്ക് പ്രോമിനന്റ് വെച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും, നമ്മൾ അങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് നമ്മൾ സെറ്റ് ബാക്ക് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് സ്പോക്ക് ഇയർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സ്പോക്ക് ഇയർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു ക്യാപ്റ്റൻ സ്പോക്ക് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട്. മൂപ്പര് ചെവി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ചില ആൾക്കാർക്ക് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഓൾ കൺജനിറ്റൽ ഏരിയസ്. അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് വലുതായിരിക്കും, ചില ആൾക്കാർക്ക് ചെറുതായിരിക്കും, അതിനെയും കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ ഇയർ ലോബുകൾ ലേഡീസിനും ഭയങ്കര കോമൺ ആണ്. അവര് കമ്മല് പുറത്തോട്ട് പോകുന്നത്, അവർ ഷേപ്പിനല്ല ഇമ്പോർട്ടൻസ്. കമ്മല് ഈ ഓട്ട വലുതേ കമ്മല് പുറത്തോട്ട് പോകാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് സർജിക്കലി കറക്റ്റ് ചെയ്യാം, നോൺ സർജിക്കലി കറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇയേഴ്സിലും വരാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഫോർഹെഡ്. ഫോർഹെഡിൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഫോർഹെഡിൽ ഏറ്റവും കോമണസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ റിങ്കിൾസ് ആണ്. ഫോർഹെഡ് റിങ്കിൾസ് ആണ്, വരകൾ വരുന്നുണ്ട്. അപ്പൊ വരകൾ വരുന്ന സമയത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് വരകൾ വരാം. ആ വരകൾ വരുന്നത് ഏജ് റിലേറ്റഡ് ആയതുകൊണ്ട് വരാം, സ്ട്രെസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കൺപോള ചിലപ്പോൾ ഡ്രൂപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ആ കൺപോള ഡ്രൂപ്പിംഗ് ആണെന്ന് വെച്ചാൽ താഴ്ത്തോട്ട് കിടക്കും. അപ്പൊ എന്താ വരുന്ന വെച്ചാൽ നമ്മളുടെ വിഷൻ അത് ബാധിക്കും. വിഷനെ ചെറുതായിട്ട് അപ്പൊ അറിയാണ്ട് നമ്മളെ നെറ്റിങ്ങിനെ കുറച്ച് മേളിലോട്ടാക്കും. അപ്പാണ് നമുക്ക് അത് നന്നായിട്ട് ഇത് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓൾവേസ് ഈ മസിൽസ് ആക്റ്റീവ് ആണ്. ഫ്രണ്ടാലിസ് മസിൽ ആക്റ്റീവ് ആണ്. ഫ്രണ്ടാലിസ് മസിൽ ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഈ ലൈൻസ് വരുന്നത്. അത് യൂഷ്വലി യങ് പീപ്പിളിലാണ് അത് കാണാറുള്ളത്. അങ്ങനെ അത് വരുന്നത്. ചില ആൾക്കാർക്ക് ബ്രോട്ടോസിസ് ഉണ്ടായിരിക്കും. ഇത് ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോ കുറച്ച് താന്ന് കിടക്കും. അപ്പൊ അതിനെ നമ്മുടെ ശരീരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതിനെ മേളിലോട്ടാക്കും. അവർക്കും ഈ ലൈൻ വരും. അപ്പൊ അത് ഫങ്ഷണൽ റീസൺ ആണ്. അത് ജസ്റ്റ് വയസ്സുകൊണ്ട് വരുന്ന സാധനമല്ല.